കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അമളിയോട് അമളിയാണ് ശരിക്കും പറഞ്ഞാൽ. ബിന്ദു കൃഷ്ണയ്ക്ക് അങ്കമ്മാടി കുട്ടിയിൽ നിന്നും ട്രോൾ കിട്ടിയതിന് പിന്നാലെ ഇപ്പോൾ ദേ പി.കെ. ശ്രീമതിക്കും ഒരു വമ്പൻ അമളി പറ്റിയിരിക്കുകയാണ്. സൗജന്യ യാത്രയുടെ സമയം 9 മണിയിൽ നിന്ന് 6 മണിയാക്കണമെന്നാവശ്യപ്പെട്ട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി.കെ. ശ്രീമതി. സൗജന്യ യാത്രയ്ക്ക് സമയപരിധിയില്ലെന്ന മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയതോടെ അമളി പിണഞ്ഞതറിഞ്ഞ് സോറി പറഞ്ഞ് തടിയൂരി. മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ദിവസം സംസാരിക്കവെയാണ് സംഭവം. KSRTC ബസ്സിലെ സൗജന്യ യാത്രയെ ഞങ്ങൾ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ എന്താണ് അവസ്ഥയെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം ധാരാളം സ്ത്രീകൾ ബസ്സിൽ കയറി എന്നൊക്കെ പറയുമ്പോൾ ഈ യാത്ര ചെയ്യുന്നവരുടെ 90% പേരും എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും. ടെക്സ്റ്റൈൽസിലും ഫാർമസിയിലും കൺസ്ട്രക്ഷനിലും കൈത്തറിയിലുമൊക്കെ തുച്ഛമായ വരുമാനമുള്ളവരായിരിക്കും. അവർക്ക് സൗജന്യ യാത്ര കിട്ടുന്നത് തീർച്ചയായും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഒരു വരുമാനവും ഇല്ലാതെ നമ്മുടെ സഹോദരിമാർക്ക് കിട്ടുന്ന 1000 രൂപ നഷ്ടപ്പെടുക എന്നിടത്തേക്ക് വന്നു. രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ വീട്ടിലെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് അവർ. രണ്ടാമത്, സൗജന്യ യാത്രയ്ക്ക് 9 മണി എന്ന സമയം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കാണ് പല തൊഴിലിനും നമ്മുടെ സഹോദരിമാർ പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഞാൻ താമസിക്കുന്ന കണ്ണൂർ പഴയങ്ങാടിയിൽ നിന്ന് തലശ്ശേരിയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുണ്ട്. എത്രയോ സ്ത്രീകൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരു സഹോദരി 9 മണിക്ക് പോയാൽ 11 മണിക്ക് എത്തും. രാവിലെ 6 മണി മുതലോ അതിനേക്കാളും നേരത്തെയോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാം, എങ്കിൽ പോലും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയെങ്കിലും സൗജന്യ യാത്രാ സമയമാക്കണം. ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന സഹോദരിമാർക്ക് അത് വളരെ അത്യാവശ്യമാണ്. അവരാണ് 90% യാത്രക്കാരുമെന്ന് ഞാൻ പറയും. പിന്നെ വിരുന്ന് പോകുന്നവരും അല്ലാത്തവരും ഒക്കെ കുറച്ചു പേരുണ്ടാകും. അടുത്ത കാലത്തെ അങ്ങനെ പോകുന്നവരൊക്കെ ഒന്നിച്ചു പോകുമ്പോൾ ഒരു ചെറിയ കാർ പിടിച്ചങ്ങ് പോകും. ബസ്സിൽ പോകുന്നവർ മിക്കവാറും തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ്. ഈ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സൗജന്യ യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിന്റെ ടൈം മാറ്റണം. അതിന്റെ സമയം 6 മണി മുതൽ 6 മണി വരെ ആക്കണമെന്നായിരുന്നു പി.കെ. ശ്രീമതി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സമയക്രമം ഇല്ലല്ലോ ടീച്ചറെ എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. 9 മണി മുതൽ എന്ന് പറഞ്ഞു എന്നായി ടീച്ചർ. അത് ഇന്നലത്തെ കാര്യമാണെന്നും ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാത്രം പറഞ്ഞതാണെന്നും മാധ്യമപ്രവർത്തകർ വിശദീകരിച്ചു. ഞാൻ കേട്ടത് 9 മണി മുതലാണെന്നാണ്. ഏത് സമയത്തും എപ്പോഴും പോകും അല്ലേ? അങ്ങനെയാണെങ്കിൽ സോറി, അത് എനിക്ക് വന്നൊരു തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞ് ടീച്ചർ തടിയുരുകയായിരുന്നു. പ്രിയദർശിനി പദ്ധതി എല്ലാ ബസ്സിലും നടപ്പിലാക്കിയില്ല. ബഹുമാന്യനായ MP രാഹുൽ ഗാന്ധി അന്നിവിടെ നടത്തിയ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ, പണക്കാരെന്നോ ദരിദ്രരെന്നോ സമ്പന്നരെന്നോ തൊഴിലില്ലാത്തവരെന്നോ ഭേദമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗജന്യമായി KSRTCയിൽ യാത്രയെന്നാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൽ നിൽക്കുകയാണ് വേണ്ടത്. അതാണ് മാന്യത, അതാണ് മര്യാദ. പക്ഷെ പ്രഖ്യാപനത്തിൽ നിന്ന് വഴുതി ഇന്ന ബസ്സിൽ മാത്രമേ കയറാവൂ, ഇന്ന ബസ്സിൽ മാത്രമേ സൗജന്യം കിട്ടൂ എന്ന് പറയുന്നതല്ല ശരി. നമുക്കിവിടെ ഡൽഹിയിലെല്ലാം കാണുന്ന പോലെ സർക്കാരിന്റെ ഏത് ബസ്സിലും സൗജന്യമാണല്ലോ. ഒരു തവണ ഞാൻ കയറിയതാ. ഒരു തവണ ഞാനൊന്ന് വെറുതെ ഒന്ന് കയറി നോക്കിയിരുന്നു. ആ പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ UDA ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും ഉയർന്ന നേതാവാണ്. ഉന്നത തലത്തിലുള്ള നേതാവാണ് അവിടെ വന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേൾക്കത്തക്ക വിധത്തിൽ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രഖ്യാപനം നടപ്പിലാക്കുക എന്നത് ഒരു ഔചിത്യം മാത്രമാണ്. ആ ഔചിത്യം തീർച്ചയായും UDF ഗവൺമെന്റിനുണ്ടാവണം. കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര നിങ്ങൾ നൽകുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം നടപ്പിലാക്കണമെന്നും ശ്രീമതി ആവശ്യപ്പെട്ടു.